ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ലാപ്ടോപ്പ് ബാഗാണ്. അപ്പോൾ HP പ്രീമിയത്തിൻ്റെ 15.6 ഇഞ്ച് ലാപ്ടോപ്പ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ബാഗാണിത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 2499 റുപ്പീസാണ്. പക്ഷേ എനിക്കിത് ഡിസ്കൗണ്ടിന് 1690 റുപ്പീസിനാണ് കിട്ടിയത്. ഈ ഒരു ബാഗിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നൈറ്റ് റിഫ്ലക്ടർ ഉണ്ട്. മുന്നേ കാണിച്ച ബാഗിലും ഒരു നൈറ്റ് റിഫ്ലക്ടർ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി വലുതാണ് വരുന്നത്. പിന്നെ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. 0.9 kilograms ആണ്. അപ്പം 450 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ അത് കൂടാതെ ഇതിൻ്റെ വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year ലിമിറ്റഡ് വാറണ്ടിയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതായത് 15.6 ഇഞ്ച് ലാപ്ടോപ്പ് ബാക്ക് പാക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാക്ക് പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ച് മെയിൻലി ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഐഡിയോളജി വെച്ചിട്ടാണ്. കാരണം നല്ല സ്റ്റിഫാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ്ലി പാഡഡ് ആണ്, പക്ഷേ എന്നാലും നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, എല്ലാം ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും. പിന്നെ അത്യാവശ്യം കുറേ തന്നെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, നമുക്ക് സ്മോൾ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ വലിയ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളൊരു ബാഗ് തന്നെയാണിത്. ഇതാണ് ഇതിൻ്റെ നൈറ്റ് റിഫ്ലക്ടർ വരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് പോകുമ്പോഴത്തേനും ഈ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെവി ഡ്യൂട്ടി നൈലോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പം ലൈനിങ് ആണെങ്കിലും അല്ലാത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൈലോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ ലൈറ്റ് പാഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആയിരിക്കും. അത്രയൊരു എന്താ പറയുക, ഒരു വെയിറ്റും തോന്നിക്കത്തില്ല. പക്ഷേ ഒരു ബാഗിൻ്റെ ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ കുറച്ചൊരു വലിയ സൈസ് ബാഗാണ്. നമ്മളെല്ലാം കൂടി സാധനമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് വലുപ്പം തോന്നിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിബ്ബാണേലും നല്ലൊരു സിബ്ബാണ്. ചിലതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ടായിരിക്കും അതിൻ്റെ സിബ്ബ് വരുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ആ താഴത്തെ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ വലിക്കുന്ന പോർഷൻ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ച് നല്ല ക്വാളിറ്റി സിബ്ബ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെയൊരു കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാഡഡ് ആണ്. ഏത് സൈഡ് നോക്കിയാലും നല്ല പാഡഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ആണ്, നമുക്ക് മനസ്സിലാവും. അപ്പം ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് അല്ല, എല്ലാം കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷേ എന്നാലും പാഡഡ് ആയതുകൊണ്ട് കൂടി കുറച്ചൊരു വലിയ സൈസ് പോലെ തോന്നിക്കും. അല്ലാതെ നമ്മൾ പ്രൊട്ടക്ഷനൊക്കെ നോക്കുവാനാണെങ്കിൽ നല്ലൊരു ബാഗ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ മെയിൻലി ഇത് വാട്ടർ പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ബാഗ് വരുമ്പം. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും തരും, ഓരോ കമ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും നല്ല സ്റ്റിഫായിട്ടുള്ള നൈലോൺ ലൈനിങ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും അതേപോലെ ഔട്ട് സൈഡും വരുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ മൊബൈൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പെന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര സ്പേഷ്യസ് അല്ല. മുന്നേ ഞാൻ കാണിച്ച അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗിൻ്റെ പോലെ അത്രയും സ്പേഷ്യസ് അല്ല, കുറച്ചൊരു സ്റ്റിഫായിരിക്കുന്ന ടൈപ്പ് ഒരു ഇതാണ്. നമുക്ക് കുറച്ച് കൈ എത്താനൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഡിഫിക്കൽട്ടി അല്ല, ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ വലിഞ്ഞങ്ങനെ സ്പേഷ്യസ് ആയിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് മൊബൈലും പെന്നും ID കാർഡ്സൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം കമ്പാർട്ട്മെൻറ്റ് വൈസ് പറയുകയാണെങ്കിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളൊരു ബാഗ് തന്നെയാണിത്. ലാപ്ടോപ്പ് മാത്രമല്ല, വേറെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗ് ചൂസ് ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് എല്ലാ കമ്പാർട്ട്മെൻറ്റും കുറച്ചൊരു പാഡഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ക്വാളിറ്റിയുള്ള കട്ടിയുള്ള മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ബാഗ് നമ്മൾ നോക്കുവാണെങ്കിൽ പാഡിംഗ് ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് മേലെ ഇങ്ങനെ പിടിക്കാനുള്ളൊരു ഹാൻഡിലുണ്ട്, സ്ട്രാപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇവിടെ ആണെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, കുറച്ച് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പം ഇവിടെ എന്ത് വേണമെങ്കിലും കീപ്പ് ചെയ്യായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലാപ്ടോപ്പ് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഒരു പോക്കറ്റ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് പാഡാണ്. അപ്പം 8 ഇഞ്ച് പാഡിംഗ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത് ലാപ്ടോപ്പ് വെക്കുന്ന സ്ഥലത്ത്.
ബാക്കി കമ്പാർട്ട്മെൻറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് വെക്കുന്ന സെക്ഷനാണ് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് ചാർജറും അതേപോലെ വേണമെങ്കിൽ മൗസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. അപ്പം ലാപ്ടോപ്പ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബുക്സും കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു അത്രയും സ്പേസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിപ്പർ ക്ലോഷർ സൈഡ് നോക്കുവാണെങ്കിലും അങ്ങനെ വൈഡായിട്ട് അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പാകത്തിനാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സിലിക്ക ജെല്ല് ആസ് യൂഷ്വൽ എല്ലാ ബാഗിലും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്സ് ആണ്. അപ്പം 12 ഇഞ്ച് പാഡഡാണ് ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്സ് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കതിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബക്കിൾ ഓപ്ഷൻ കൂടിയുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ നോക്കുവാണെങ്കിലും പെർഫെക്റ്റ് ആണ്. അത് കൂടാതെ ഇവിടെ ഒരു നമ്മുടെ ബാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എയർ ഫ്ലോ മെഷും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പൊക്കെ അത്യാവശ്യം കുറച്ച് വെയിറ്റുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ബാക്കിൽ അങ്ങനെ പെയിൻ വരാത്ത രീതിയിലും നമ്മളെ ഒരു പുറം വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ ബാഗിലും ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്കിത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു നല്ല ഇനീഷ്യേറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ വെയിറ്റൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് പുറം വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ പേരേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.